ഒരു പോസ്റ്റർ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. ആദ്യം ഇവിടെ മുകളിൽ പോസ്റ്റർ മേക്കറിൽ പോയി ഇതിന് ലോഡായി വരണം. ഇതിനൊരു ആഡ് ഉണ്ടാവും. ആ ആഡെല്ലാം പോകുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. മുകളിൽ അത് 0 വരുന്നത് വരെ ഒന്ന് നമുക്ക് വെയിറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതൊക്കെ നമുക്ക് ഇതിലെല്ലാം ഓരോ ഡിസൈനുകളാണ്. നമുക്ക് ഇഷ്ടമുള്ളതിനനുസരിച്ചുള്ള ഡിസൈനുകൾ നമുക്കിവിടെ സെലക്ട് ചെയ്തെടുക്കാം. പക്ഷേ ഇതിൽ പ്രോ എന്ന് പറയുന്നത് നമുക്ക് എടുക്കാൻ പറ്റില്ല. അത് നമ്മൾ വിത്ത് പെയ്ഡായിട്ടുള്ളതാണ്, പെയ്ഡ് ഡിസൈനുകളാണ്. അതുകൊണ്ട് നമുക്ക് എടുക്കണമെങ്കിൽ കാശ് അടയ്ക്കണം. അതുകൊണ്ട് നമുക്ക് അതല്ലാത്തത് ഓക്കെ. അപ്പം ഞാൻ ഇതെടുത്തു, ഈ കോൺഫറൻസ് എടുത്തു. ഓക്കെ, ഇതിൽ നമ്മൾ ആഡൊക്കെ പോക്കുന്നു. അപ്പോൾ ഇങ്ങനെ കിട്ടി. ഇതിൽ നമുക്ക് എഡിറ്റ് കൊടുക്കണം. നമുക്ക് എന്ത് മാറ്റങ്ങൾ വരുത്തണമെങ്കിൽ നമ്മളിതിൽ എഡിറ്റ് പോയി കഴിഞ്ഞാൽ നമുക്കിങ്ങനെ ആവശ്യമായ മാറ്റങ്ങളൊക്കെ വരുത്താം. ഇവിടെ നമുക്ക് മുകളിൽ കമ്പനി നെയിം, നമ്മൾ കമ്പനി നെയിമിൽ അവിടെ ക്ലിക്ക് ചെയ്യുന്നു. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ 2 തരത്തിൽ മാറ്റങ്ങൾ വരുത്താം. ഒന്ന്, നമ്മളിവിടെ എഡിറ്റ് ഇങ്ങനെ പോവുക, എന്നിട്ട് നമ്മളിത് ഒഴിവാക്കിയിട്ട് നമുക്കവിടെ കൊടുക്കാം. ഞാൻ ഹോം ലാബ് എന്ന് കൊടുത്തു. ഇത് നമുക്ക് വലുതാക്കുമ്പോൾ ഇതിൻ്റെ അകത്ത്, ഈ വൈറ്റിൻ്റെ അകത്ത് അനുസരിച്ചുള്ള വലിപ്പമേ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. ഇവിടെ ഇതിൻ്റെ കളറ്, ഇതിന് സ്യൂട്ടബിളായിട്ടുള്ള കളറ് തന്നെയാണ് അവിടെ വന്നിരിക്കുന്നത്. കളറ് നമുക്ക് വേണമെങ്കിൽ ഇവിടെ കളറിൻ്റെ താഴെയുള്ള കളറിൽ പോയിട്ട് കളറ് മാറ്റാം. ഇങ്ങനെ കൊടുത്തിട്ട് നമുക്ക് കളറൊക്കെ മാറ്റാം. ഇങ്ങനെ ഓരോ കളറുകൾ മാറ്റാം. അപ്പോൾ ഞാൻ കളറൊന്ന് മാറ്റി നോക്കാം. ഇതിപ്പം മാറിയത് മൊത്തത്തിലാണ്, ഇതിൻ്റെ കളറ് മാറിയത്. ഇത് ഇവിടെയായിരുന്നു സെലക്ട് ചെയ്ത് കിടന്നിരുന്നത്. ഓക്കെ, നമുക്ക് ഇവിടെ ഇതിൻ്റെ കളറാണ് മാറ്റേണ്ടതെങ്കിൽ നമ്മൾ അവിടെ ക്ലിക്ക് ചെയ്യണം. അപ്പോൾ മൊത്തം കളറാണ് മാറിയത്. ഇതിൻ്റെ കളറ് നമുക്ക് കളർ മാറി, ഇതിൻ്റെ അകത്തുള്ള കളറാണ് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ അതിൻ്റെ അത് കളറ് മാറി. നമുക്ക് ഇവിടെ ഇത് മാറ്റണം. നമുക്കവിടെ എഡിറ്റ്, ഈ ബട്ടൺ അമർത്തി സെമിനാർ നടിച്ചു. ഇനി ഒന്ന് വലുതാക്കാം നമുക്ക്. ഓക്കെ, സെമിനാർ. ഇനി ഇതേപോലെ തന്നെ നമുക്ക് മാറ്റം വരുത്താം. ഞാനിപ്പോൾ തൽക്കാലം ഒന്നും ചെയ്യുന്നില്ല. ഇതേപോലെ തന്നെ നമുക്കിവിടെ എഡിറ്റ്, താഴെയുള്ള പെൻസിൽ പോയിട്ട് നമുക്ക് മാറ്റം വരുത്താം. മാറ്റം വരുത്തണമെങ്കിൽ നമുക്കിത് വലിപ്പം കൂട്ടാം. ഇങ്ങനെയൊക്കെ നമുക്ക് മാറ്റങ്ങളാവാം. ഇത് ചെറുതാക്കാം, ഇതെല്ലാം ചെയ്യാം. ഇതിൻ്റെ അകത്ത് കളറുകൾ മാറ്റാം, ഫോണ്ടുകൾ മാറ്റാം. ഇത് നല്ലൊരു ഫോണ്ടാണ്, അത് മാറ്റണമെന്നില്ല. അപ്പം മാറ്റിക്കഴിഞ്ഞാൽ ഇങ്ങനെ ഫോണ്ട് മാറി വരും. നമുക്ക് ഇങ്ങനെ മാറ്റങ്ങൾ വരുത്താം. വീണ്ടും നമ്മൾ പുറമെ ക്ലിക്ക് ചെയ്യുമ്പോൾ അത് പോവുള്ളൂ. ഇനി ഇതിന് മാറ്റം വരുത്തണമെങ്കിൽ നമ്മൾ ഇതിൻ്റെ മുകളിൽ ക്ലിക്ക് ചെയ്യണം. അപ്പോൾ ഇങ്ങനെ 3 സൈഡിലും 3 ബട്ടൺ വരും. ഇത് നമുക്ക് വലുതാക്കാനാണ്. ഇത് ഇൻറ്റു ബട്ടൺ അടിച്ചാൽ അത് അവിടെ അടിച്ചിരിക്കുന്നത്, ടൈപ്പ് ചെയ്തിരിക്കുന്നത് പോകും. അല്ലെങ്കിൽ പുറമേ കൊടുത്താൽ നമുക്ക് ഈ ബോക്സ് പോകും. ഇങ്ങനെ ഇനി ഇത് നമുക്ക് രണ്ടും കൂടി ഒന്നിച്ചേ ഇതിൻ്റെ അകത്ത് മാറ്റം വരുത്താൻ പറ്റുള്ളൂ. അങ്ങനെയാണ് ഇത് സെറ്റ് ചെയ്തിരിക്കുന്നത്. നമുക്ക് വലുതാക്കാം.
അതാ ഞാൻ ടൈപ്പ് ചെയ്യുന്നില്ല, ഇത് നമുക്ക് മാറ്റാം. ഇനി ഇതിന് നമുക്ക് വേറെ എവിടെയെങ്കിലും കൊണ്ടുവെക്കണമെങ്കിൽ ഇതാ ഇവിടെ മുകളിൽ കൊണ്ടുവെക്കും, ഇങ്ങനെ കൊണ്ടുവെക്കാം. എവിടേക്ക് വേണമെങ്കിലും നമുക്കിങ്ങനെ കൊണ്ടുവെക്കാം, മാറ്റങ്ങൾ വരുത്താൻ പറ്റും. ഇവിടെ ഇതിനെ നമുക്ക് മാറ്റം വരുത്താം. എഡിറ്റ്, ഇത് പോയിട്ട് ഇതിൻ്റെ ഇതെല്ലാം കട്ട് ചെയ്തു, ഞാൻ കട്ട് ചെയ്തു. ഇനി നമ്മുടെ സമയം എഴുതി ഇവിടെ താഴെ വെച്ചു. ഓക്കെ, ഇതും ഇവിടെ വെച്ചു. ഇനി ഇതിൻ്റെ അകത്ത് നമുക്ക് ഇത്രയും നമ്മൾ ചെയ്തു. ഇനി ഇതിൻ്റെ അകത്ത് പുതുതായിട്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ളതാണ്. നമ്മളുടെ ഇതിൻ്റെ അകത്ത് സെറ്റ് ചെയ്ത് കൊണ്ടുള്ള പോസ്റ്ററാണ്. ഈ സെറ്റ് ചെയ്ത പോസ്റ്റർ ആയതുകൊണ്ട് നമുക്ക് പുതുതായിട്ട് എഴുതി ചേർക്കാനൊന്നും വയ്യ. ഇതുണ്ടാവില്ല, ആ ക്രമത്തിലുള്ളത് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, ഇത്രേ ചെയ്യാൻ പറ്റുള്ളൂ. ഇനി നമുക്ക് വേണം ഇതിൻ്റെ വലിപ്പം കൂട്ടാം. ഇങ്ങനെ കൊടുത്ത് വലിപ്പം കൂട്ടാം, ഇങ്ങനെയൊക്കെ ചെയ്യാം. പക്ഷേ ഇത് നല്ല ഭംഗിയിലാണ് ഇത് വെച്ചിരിക്കുന്നത് കൊണ്ട് നമ്മൾ മാറ്റം വരുത്തേണ്ടതില്ല. ഇതിങ്ങനെ സെറ്റ് ചെയ്ത് ആദ്യം വെച്ചതാണ്. ഓക്കെ, ഇതിൻ്റെ അകത്ത് ഇനി നമുക്കിതിനെ സേവ് ചെയ്യാം. സേവ്, ഒറിജിനലിൽ സേവ് ചെയ്യുന്നു, അടുപ്പ് വെക്കുന്നു. ഞാൻ വാട്സപ്പിലേക്ക് അയക്കുന്നു, സെൻഡ് ചെയ്യുന്നു. ശരി, ഇത് നമ്മൾ നേരിട്ട് ഒരാൾക്ക് അയക്കുകയാണെങ്കിൽ താഴെ പോസ്റ്റർ മേക്കർ എന്ന് കാണും. അപ്പോൾ നമ്മൾ അത് വീണ്ടും ഒന്ന് രണ്ടാമത് റീസെൻഡ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമ്മുടെ പോസ്റ്റർ ആയി കഴിഞ്ഞു. ഇനി നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് താഴെയുള്ള ഇമേജ് കൊണ്ടുവരാനൊക്കെ വേണമെങ്കിൽ കൊണ്ടുവരാം. താഴെ നിങ്ങൾ ഓരോന്ന് ഇമേജിൻ്റെ ഒരു കോളം ഉണ്ട്, അതിൽ പോയിട്ട് നമുക്ക് നമ്മുടെ ഫയലിൽ നിന്ന് ഇമേജൊക്കെ എടുത്ത് നമുക്ക് ചെയ്യാവുന്നതാണ്.